എന്നും നോർമൽ ദോശ കഴിച്ച് മടുത്തവർക്കായിട്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ധാന്യം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എടുത്തേക്കുന്നത് ചെറുപയറാണ്. ഇത് വന്നിട്ട് നമ്മളുടെ ചുവന്ന പരിപ്പില്ലേ, മസൂർ ദാൽ എന്ന് പറയും, അത് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും, ഇന്നതെന്നുള്ള സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. വൻപയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളർ ഉഴുന്ന്, തൊലിയില്ലാത്ത ഉഴുന്നില്ലേ, അതെടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം തന്നെ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. പിന്നെ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പൗഡർ അവൈലബിൾ ആയതുകൊണ്ടാണ് അതെടുത്തത്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ റാഗിയും യൂസ് ചെയ്യാം. അപ്പം ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മ എനിക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണിത്. നമുക്ക് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ടേസ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷേ ഇത് വളരെയധികം ഹെൽത്തിയാണ്. നമുക്ക് നോർമലി നമ്മൾ കഴിക്കുന്ന ദോശയേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. നമ്മൾ 2 എണ്ണം സ്ഥിരമായി കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദോശ ഒന്ന് കഴിച്ചു നോക്കും, ഒരു 3 എണ്ണോ 4 എണ്ണം വരെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫസ്റ്റ് അരച്ചെടുക്കണം. നമ്മളിതിലെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ധാന്യങ്ങളും, അതുപോലെ റോൾഡ് ഓട്സ്, റാഗി പൗഡർ എല്ലാം ആഡ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾക്ക് ആവശ്യത്തിന് അനുസരിച്ച്, എത്ര മെമ്പേഴ്സാണോ വീട്ടിലുള്ളത് അതിന് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു. വെള്ളം നമ്മൾക്ക് ദോശ മാവില്ല, ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. കണ്ടോ, കറക്റ്റ് നമ്മളുടെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക. അപ്പം നമ്മൾ ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കുക. നോക്കിയ ശേഷം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ദോശ ഒഴിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ ഒരു സവാള, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾക്ക് കറക്റ്റ് ആ ദോശയുടെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആ സവാളയും അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, ആ മാവിൻ്റെ പരുവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നും നമ്മൾ സാധാ ദോശ കഴിച്ച് മടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഒഴിച്ച് പരത്തിയെടുക്കുവാണ്. കണ്ടോ, ആ ബ്രൗൺ കളറായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല ദോശയെക്കുറിച്ച്. നമുക്ക് നല്ല കട്ട ചട്നിയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ദോശയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ.